ഒരു കഥ പറയാം. والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. ഈ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഈ ഒരു ആയത്ത് നമ്മളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നനച്ചുടിയുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ വദ്ദുഹ എന്നുള്ള ഒരു സൂറത്ത് ഇറങ്ങാൻ കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. അപ്പോൾ റസൂൽ ഇങ്ങനെ ഭയന്നിരിക്കുകയാണ്, എന്താണ് എനിക്ക് ഇത് ഇറങ്ങാത്തത്, വഹി ഇറങ്ങാത്തത് എന്നുള്ള നിൽക്കുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങണത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ആയത്താണ് മാവദ്ദക റബ്ബുക വമാ ഖലാ. പ്രവാചകനെ അല്ലെങ്കിൽ റസൂലെ, പിന്നെ നിങ്ങൾ ഞാൻ വെറുത്തിട്ടില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. സൂറത്ത് അല്ലെങ്കിൽ ഈ വഹി ഇറങ്ങാൻ ഇത്ര നേരം വരുന്ന റസൂലിനെ ഒരു പുനർചിന്തനം നടത്തിയപ്പോൾ അതിന് 2-3 കാരണങ്ങളാണ് റസൂലിന് പിന്നെ ഇതായിട്ടുള്ളത്. അതിൽ ഒരു കാരണം വരേണ്ടത് തന്നെ റസൂലിൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് എന്തോ ഒരു ജീവി ചത്തെളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ളൊരു പിന്നെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറവ് ചെയ്യാതെ കിടന്നത് കൊണ്ടാണ് പിന്നെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ നമ്മളെ ഈ നോമ്പ് പ്രമാണിച്ച് വരുന്ന ഈ നനച്ചുടിയുമായി ബന്ധപ്പെട്ട് അവർ ഈ ഒരു സൂറത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു ആയത്തിനോട് ബന്ധമുണ്ട് പറയപ്പെടുന്നത്. അപ്പോൾ റഹ്മത്തിൻ്റെ മലയാത്തികളൊക്കെ ഇറങ്ങുന്ന ഒരു പുണ്യമാസമാണല്ലോ റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളെ വീട്ടുകളിലുണ്ടാകുന്ന പിന്നെ എന്താ പറയുക, ഈ ഉസ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചറകളൊക്കെ പിന്നെ നീക്കം ചെയ്യുക. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ഞാനിപ്പോൾ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ ഇവിടെയും കാണുന്ന ഒരു സംഭവം തന്നെയാണത്. ഇവിടുത്തെ വീടുകളിലൊക്കെ നല്ല വീടുകളൊക്കെ അലങ്കരിക്കുക റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ പള്ളികളാണെങ്കിലും അല്ലെങ്കിൽ വീടുകളാണെങ്കിലൊക്കെ പിന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഇതിനോട് അതൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നനച്ചിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇസ്ലാമിക് വശം.